നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറയുന്നതില് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? പല്ലവി, ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത്. പിന്നെ ആത്മാർത്ഥത ഉണ്ടെങ്കിലേ എന്നെയും വിപിൻ സാറിനെയും ഒന്നിപ്പിക്കാനായി നീ ശ്രമിച്ചേനെ. നീ അതല്ലല്ലോ ചെയ്യുന്നത്. എന്നെ എന്റെ ഭർത്താവിനെയും വേർതിരിക്കാനല്ലേ നീ ശ്രമിക്കുന്നത്. നീ കാരണം വിപിൻ സാറിന്റെ മുഖാമുഖം കാണാൻ പോലും താല്പര്യം കാണിക്കാത്തത്. പല്ലവി, വെറുതെ നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് എന്നെ കുറ്റക്കാരിയാക്കരുത്. എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. നീ കാരണം വിപിൻ സാറിനെ ഉപേക്ഷിച്ചിട്ട് പോയാ ഇവിടെ നിന്റെ മുമ്പിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. അങ്ങനെ ഞാൻ ചത്ത അതിന്റെ കുറ്റവും പാപവും മുഴുവൻ നീ അനുഭവിക്കേണ്ടി വരും. എന്റെ ഈശ്വര, ഞാനിനി എങ്ങനെയാ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എന്റെ പൊന്നു മോളെ, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാം, ഞാൻ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, എന്റെ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ച നിന്റെ ജീവിതം വേരോടെ ഞാൻ ഇല്ലാതാക്കും. ഓർത്തോ മോളെ. പല്ലവി, പല്ലവി നിന്നെ കുറ്റപ്പെടുത്തുന്നതും നിന്നോട് വഴക്കിടുന്നതും എല്ലാം ഞാൻ കണ്ടു. ഇതിനൊരു പരിഹാരം കാണാൻ വിശാൽ സാറിന് മാത്രമേ സാധിക്കൂ. നീ ശേഖരമേനോനെ കുറിച്ച് വിപിൻ സാറിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ പല്ലവി നിന്നെ കണ്ടു. അവൾ നിന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? അതല്ലേ പല്ലവി ഇപ്പോൾ നിന്നോട് വഴക്കിടാൻ കാരണം? അതെ, നീ അത് കണ്ടോ? ഞാൻ കണ്ടു. പാറു, നീ നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും മറയ്ക്കാതെ വിശാൽ സാറിനോട് പറയണം. വിശാൽ സാറുമായി ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴി കണ്ടെത്തണം. അത് എത്രയും പെട്ടെന്ന് വേണം. വിശാൽ സാറാണ് നിന്റെ ശക്തി, അത് നീ ഓർമ്മിക്കണം. എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ എങ്ങനെയാ വിശാൽ സാറിനോട് തുറന്നു പറയുന്നത്? ആ രഹസ്യങ്ങൾ ഞാനായിട്ട് വിശാൽ സാറിനോട് വെളിപ്പെടുത്തിയ സാർ അത് വിശ്വസിക്കുമോ? ഇനി അഥവാ വിശ്വസിച്ചാൽ തന്നെ സാർ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? വളരെയേറെ ശ്രദ്ധയോടെ വേണം എല്ലാ വിവരങ്ങളും വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോ വിശാൽ സാറ് എന്നെ തെറ്റിദ്ധരിക്കും. പാർവതി, വിശാൽ സാർ, നീ എന്തായി ആലോചിക്കുന്നത്? കണ്ടിട്ട് എന്തോ ഗൗരവമായ വിഷയം തോന്നല്ലോ. അതെ സാർ. എന്തു പറ്റി പറയടോ, ഞാനും കൂടി അറിയട്ടെ. വിശാൽ സാർ, ഞാൻ ആലോചിക്കുന്നത് പ്രഭാവതി അമ്മയുടെ നേർക്ക് നടന്ന വധശ്രമങ്ങളെ കുറിച്ചാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.